എല്ലാവർക്കും നമസ്കാരം. കാലം മാറുന്നുണ്ട്, പക്ഷേ ചിന്തകൾക്കൊരു പ്രായമില്ല. ചാണക്യൻ പറഞ്ഞ വാക്കുകളാണ്. ഇന്നത്തെ നമ്മുടെ ലോകത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ചാണക്യൻ പണ്ടേ വ്യക്തമാക്കിയതാണ്. രാജ്യനയം, ജീവിതം, ധനം, വിജയം, ബന്ധങ്ങൾ, ധർമ്മം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചാണക്യൻ ധാരാളമായി സംസാരിച്ചിരിക്കുന്നു. ചാണക്യൻ്റെ എല്ലാ ചിന്തകളെയും താങ്ങി നിർത്തിയിരുന്നത് 3 സ്വർണ്ണ നിയമങ്ങളാണ്. അവയാണ് ഇന്നത്തെ വീഡിയോയിൽ നാം മനസ്സിലാക്കാൻ പോകുന്നത്. പക്ഷേ അതിനു മുൻപ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരായിരുന്നു ചാണക്യൻ? ചാണക്യൻ അഥവാ കൗടില്യൻ എന്നും അറിയപ്പെട്ടിരുന്നു. ഒരു അധ്യാപകനായും ഒരു ദാർശനികനായും ഒരു തന്ത്രജ്ഞനായും ഒക്കെ അറിയപ്പെട്ടിരുന്നു. ചന്ദ്രഗുപ്തനെ രാജാവാക്കി മാറ്റിയ, ആളുകളുടെ മനസ്സിൽ ജ്ഞാനത്തിൻ്റെ തീ കൊളുത്തിയ ഒരു ഗുരു കൂടിയായിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നതെല്ലാം പുസ്തകങ്ങളിലൂടെ മാത്രമല്ല, ജീവിതത്തിൻ്റെ പ്രതീക്ഷയിൽ കൂടിയായിരുന്നു. ചില വാക്കുകൾ ഇന്നും മനുഷ്യനെ ചിന്തിപ്പിക്കുന്നതാണ്. അതുപോലെ ഒന്നാണ്, നീ ആഗ്രഹിക്കുന്ന ജീവിതം നേടാൻ ആദ്യം നീ ആഗ്രഹങ്ങൾ നിയന്ത്രിക്കാൻ പഠിക്കണമെന്നത്. നമുക്ക് ധാരാളം സ്വപ്നങ്ങളുണ്ട്. വിജയിക്കാനുള്ളതും പണമുണ്ടാക്കാനും സ്നേഹം നേടാനുമുള്ള ആഗ്രഹങ്ങൾ. പക്ഷെ ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ ആഗ്രഹങ്ങൾ നമ്മെ മുന്നോട്ട് കൊണ്ടുപോവുകയാണോ അതോ നമ്മെ അടിമയാക്കുകയാണോ? ഇതാണ് ചാണക്യൻ പറഞ്ഞ ഒരു ഗാഢമായ സത്യം. മനുഷ്യൻ ആഗ്രഹത്തിൻ്റെ കടലിൽ മുങ്ങിയിരിക്കുമ്പോൾ അവൻ ജീവിതത്തിൻ്റെ കര കാണുന്നില്ല. ഒരാഗ്രഹം നിറവേറ്റിക്കഴിഞ്ഞാൽ മറ്റൊന്നുടനെ ജനിക്കും. അതാണ് മനസ്സിൻ്റെ സ്വഭാവം. പണമുണ്ടാക്കിയാൽ കൂടുതൽ വേണം, പ്രശസ്തി കിട്ടിയാലോ കൂടുതൽ ശ്രദ്ധ വേണം. ഇങ്ങനെ മനസ്സൊരിക്കലും തൃപ്തരാവുന്നേയില്ല. ചാണക്യൻ പഠിപ്പിച്ചത് ഇതാണ്: ആഗ്രഹങ്ങളെ ഒരിക്കലും തളയ്ക്കരുത്, അവയെ നിയന്ത്രിക്കണം. നിയന്ത്രണം എന്നത് ജീവിതത്തിൽ ത്യാഗമല്ല, ബോധമാണ്. ഉദാഹരണത്തിന്, ഒരു തീ അല്പം ചൂട് നൽകും, അധികമായാൽ അത് കത്തിക്കുക തന്നെ ചെയ്യും. അതുപോലെ ആഗ്രഹം ശരിയായി വിനിയോഗിച്ചാൽ അതാണ് പ്രേരണയാകുന്നത്, അതിക്രമിച്ചാൽ അത് നാശവും വിതയ്ക്കും. നമുക്കിനി 3 സ്വർണ്ണ നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജീവിതത്തിൽ ആരായാലും, വിദ്യാർത്ഥിയോ തൊഴിലാളിയോ സന്യാസിയോ ആയിക്കോട്ടെ, ഈ 3 നിയമങ്ങൾ മനസ്സിലാക്കിയാൽ ജീവിതം മാറ്റാനാകുമെന്ന് ചാണക്യൻ പറയുന്നു. ഓരോ നിയമത്തിനു പിന്നിലും ഒരാഴമുള്ള സത്യമുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. നിയമം 1: അവസരം നഷ്ടപ്പെടുത്തരുത്. ചാണക്യൻ പറയുന്നു, അവസരം വന്നപ്പോൾ അത് പിടിക്കാത്തവനാണ് പരാജിതൻ. ജീവിതം നമുക്ക് പലതവണ അവസരങ്ങൾ തരുന്നു. ചിലത് ചെറുതായിരിക്കും, ചിലത് വേദനയായി തോന്നും. പക്ഷെ അവയിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു പുതിയ വഴിയുടെ തുടക്കമാണെന്ന് മനസ്സിലാക്കണം. മിക്കവരും പേടിയിൽ ആ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. ഇതെനിക്കുള്ളതല്ലേ, ഞാൻ പരാജയപ്പെട്ടാലോ എന്ന് തുടങ്ങിയ ചിന്തകൾ അലട്ടുന്നു. പക്ഷെ ചാണക്യൻ പറയുന്നുണ്ട്, സാഹസിയല്ലാത്തവന് നേട്ടമുണ്ടാവുകയേയില്ല. അവസരം പിടിക്കുന്നവൻ ജയിക്കും, അത് നഷ്ടപ്പെടുത്തുന്നവൻ പിന്നീട് എന്ന് പറയുന്ന വാക്കിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യും. ഒരിക്കൽ കിട്ടിയ സമയം പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്നും കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അത് തന്നെയാണ് ജീവിതത്തിൻ്റെ ആദ്യ സ്വർണ്ണ നിയമം. അവസരങ്ങളെ തിരിച്ചറിയുക, പേടിക്കാതെ മുന്നോട്ട് പോവുക. മഴ പെയ്യുമ്പോൾ വിത്ത് വിതയ്ക്കുന്നവനാണ് വിളവെടുക്കുന്നത്. നമുക്കെല്ലാ ദിവസവും ഏതെങ്കിലും തരത്തിൽ ഓരോ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. ആർക്കെങ്കിലും സഹായം ചെയ്യുക, പഠിക്കുക, സംസാരിക്കുക തുടങ്ങി എത്ര ചെറുതായാലും അതിൻ്റെ ഫലമാണ് ഭാവി എന്ന് പറയുന്നത്. ചാണക്യൻ തൻ്റെ വിദ്യാർത്ഥിയായ ചന്ദ്രഗുപ്തനിൽ ഒരവസരം കണ്ടെത്തിയ കഥ പറയാം. ഒരു ദിവസം ചാണക്യൻ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ദൃഢനിശ്ചയമുള്ള കണ്ണുകളോടെ തൻ്റെ പാഠങ്ങൾ കേൾക്കുന്നതായി ശ്രദ്ധിച്ചു. ആ കുട്ടിയായിരുന്നു ചന്ദ്രഗുപ്തൻ. അന്നത്തെ മഗധ സാമ്രാജ്യം അനീതിയും അഴിമതിയും നിറഞ്ഞതായിരുന്നു. ചാണക്യൻ മനസ്സിലാക്കി, ഈ കുട്ടിയിലാണ് ഭാവിയിൽ മാറ്റം വരുത്താനുള്ള സാധ്യത ഒളിഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ചിന്തിച്ചു, നമ്മൾ മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിപ്പോൾ തന്നെയാണ് തുടങ്ങേണ്ടത്. ചന്ദ്രഗുപ്തൻ ഒരു പാവപ്പെട്ട കുട്ടിയായിരുന്നു. ആരും അവനെ ഗൗരവമായി എടുത്തിരുന്നില്ല. പക്ഷെ ചാണക്യൻ അവനിൽ ഒരു ഭാവി കണ്ടെത്തി. അദ്ദേഹം അവസരം കണ്ടപ്പോൾ അത് പിടിച്ചു. അവനിൽ നിന്നാണ് മഹത്തായ ഒരു മൗര്യ സാമ്രാജ്യം ജനിച്ചത്. ഈ കഥയുടെ പാഠം, ചാണക്യൻ അവസരം കണ്ടത് ആർക്കും കാണാത്തിടത്ത് നിന്നാണ്. അദ്ദേഹം പറഞ്ഞത്, ജീവിതത്തിൽ അവസരം കാത്തിരിക്കേണ്ടതല്ല, തിരിച്ചറിയേണ്ടതാണ്. അതൊരിക്കൽ വന്നാൽ പിന്നെ തിരിച്ചു വരികയുമില്ല. നിയമം 2: നിങ്ങൾക്കറിയാവുന്നതെല്ലാം എപ്പോഴും വെളിപ്പെടുത്തരുത്. ചാണക്യൻ പറയുന്ന രണ്ടാമത്തെ സ്വർണ്ണ നിയമമാണിത്. കാരണം മനുഷ്യൻ എല്ലായ്പ്പോഴും മനസ്സിലാക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ തൻ്റെ ശക്തി നഷ്ടപ്പെടുന്നു. ജ്ഞാനം, ചിന്ത, ദൗർബല്യം ഇവയെല്ലാം നിയന്ത്രണം ആവശ്യമായ കാര്യമാണ്. ചാണക്യൻ പറയുന്നു, ഒരു ബുദ്ധിമാനായ മനുഷ്യൻ തൻ്റെ അറിവിൻ്റെ പകുതിയെ വെളിപ്പെടുത്താറുള്ളൂ. ഇത് തന്ത്രശാസ്ത്രമല്ല, ജീവിതത്തിനും ബാധകമാണ്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ മിണ്ടാതെ വെക്കണം. തൻ്റെ ലക്ഷ്യവും തൻ്റെ ദൗർബല്യം, പദ്ധതികൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നാം രഹസ്യമാക്കി വെക്കുന്നത് തന്നെയാണ് നല്ലത്. മിണ്ടാതിരിക്കുക എന്നത് ബുദ്ധിമുട്ടാണ്, പക്ഷെ അതാണ് ശക്തി. ചാണക്യൻ തന്നെ പറഞ്ഞിരുന്നു, ഒരു വാക്ക് പോലും ചിലപ്പോൾ 1000 അസ്ത്രങ്ങളെക്കാൾ ശക്തിയുള്ളതാണ്. അതുകൊണ്ട് സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കുക, വളരെ പറയാതെ നിലനിർത്തുക. അത് നിങ്ങൾക്ക് നിയന്ത്രണവും ബലവും തരുന്ന കാര്യമാണ്. ഉദാഹരണത്തിന്, മൗര്യ സാമ്രാജ്യത്തിൽ നിന്നുമുള്ള ചാണക്യൻ്റെ ഒരു കഥ കേൾക്കാം. ചാണക്യൻ്റെ ചുറ്റും പലരും ഉണ്ടായിരുന്നു. മന്ത്രിമാരും സേനാനായകരും ചാരന്മാരും ചുറ്റിനുമുണ്ടായിരുന്നു. എല്ലാവരും അദ്ദേഹത്തിൻ്റെ തന്ത്രജ്ഞതയെ അഭിനന്ദിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അദ്ദേഹം ഒരിക്കലും തൻ്റെ മുഴുവൻ പദ്ധതികളും ആരോടും പറഞ്ഞിരുന്നില്ല. ഒരു ദിവസം ഒരു മന്ത്രിസഭാ അംഗം അദ്ദേഹത്തോട് ചോദിച്ചു,
ഗുരുവേ, രാജ്യം ആക്രമിക്കാൻ പോകുന്നവരെ നിങ്ങൾ എങ്ങനെ മുൻകൂട്ടി തിരിച്ചറിയുന്നു? ചാണക്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചില വാക്കുകൾ പറഞ്ഞാൽ യുദ്ധം തോൽക്കും. ചില വാക്കുകൾ മിണ്ടാതിരിക്കുക, അതാണ് വിജയം. അദ്ദേഹം എല്ലായ്പ്പോഴും രഹസ്യബുദ്ധിയും മിണ്ടാതിരിക്കാനുള്ള നയവും പാലിച്ചിരുന്നു. ചില കാര്യങ്ങൾ അത്യാവശ്യമായ സമയത്ത് മാത്രമേ വെളിപ്പെടുത്തിയിരുന്നുള്ളൂ. അതായത് മന്ത്രിസഭാംഗം അതിനുശേഷം മനസ്സിലാക്കിയത് ചാണക്യൻ തന്റെ വിജയം നേടിയത് വാളിനാലല്ല, അദ്ദേഹത്തിന്റെ വാക്കുകളുടെ നിയന്ത്രണത്താലായിരുന്നു. ഇതിൽ നിന്നും ഉൾക്കൊള്ളുന്ന പാഠം എന്താണെന്നാൽ മിണ്ടാതെ പ്രവർത്തിക്കുക, ഫലം കാണിക്കുക, അതാണ് ബുദ്ധിമാനായ മനുഷ്യന്റെ അടയാളം എന്നതാണ്. നിയമം 3. ആത്മവിശ്വാസം. ചാണക്യൻ പറയുന്ന മൂന്നാമത്തെ സ്വർണ്ണ നിയമമാണിത്. ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി സ്വയം വിശ്വാസമാണ്. അതുണ്ടെങ്കിൽ വഴികൾ താനെ കാണും, അതില്ലെങ്കിൽ എല്ലാ വഴികളും ഇരുട്ടാകും. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഏത് വ്യക്തിക്കാണോ തന്നെ സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്നത് അവന് ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കും. സ്വയം വിശ്വാസം വിജയം കൈവരിച്ച ചാണക്യന്റെ കഥ കൂടി കേൾക്കാം. ഒരു ദിവസം ചാണക്യൻ മഗധ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോയി. അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, നിങ്ങളുടെ രാജ്യം അഴിമതിയിലാണെന്ന് ഞാൻ കാണുന്നു. നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്തണം. രാജാവ് അതിനെ അവഗണിച്ചു. ചാണക്യനെ പരിഹസിച്ച് പുറത്താക്കുകയും ചെയ്തു. അദ്ദേഹം അപമാനിതനായി. കണ്ടു നിന്നവരെല്ലാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു ബ്രാഹ്മണൻ എന്തു മാറ്റം ചെയ്യാനാണ്? പക്ഷെ ചാണക്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു മനുഷ്യന്റെ ആത്മവിശ്വാസം തകർക്കാൻ ലോകത്തിനാകില്ല. അവൻ തലയിൽ നിന്നുള്ള ചുണ്ടൻമുടി അഴിച്ചു നിലത്ത് വെച്ചുകൊണ്ട് പ്രതിജ്ഞയെടുത്തു, മഗധ രാജവംശം തകരുന്നതുവരെ ഞാൻ തലവിരിയാതെ ഇരിക്കില്ല. വർഷങ്ങൾ പിന്നിട്ടു. ചാണക്യൻ തന്റെ ആത്മവിശ്വാസം മാത്രം ആശ്രയിച്ചു നിന്നു. തന്റെ വിദ്യയും തന്ത്രവും കൊണ്ട് ചന്ദ്രഗുപ്തനെ രാജാവാക്കി മാറ്റി. അവൻ മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു. ഈ കഥയുടെ പാഠം എന്തെന്നാൽ ചാണക്യൻ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ പോലും സ്വയം വിശ്വാസം കൈവിട്ടില്ല. അതാണ് അവനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തന്ത്രജ്ഞനാക്കിയത്. ചാണക്യൻ പറഞ്ഞ ജീവിതത്തിലെ 3 സ്വർണ്ണ നിയമങ്ങളും ഇത് വെറും കേൾക്കാനുള്ളത് മാത്രമല്ല, അവ ജീവിക്കേണ്ടത് കൂടിയാണ്. അവസരം നഷ്ടപ്പെടുത്തരുത്, കാരണം അത് തിരിച്ചു വരില്ല എന്ന 1ാമത്തെ നിയമവും, എല്ലാം തുറന്നു പറയരുത്, കാരണം ശാന്തതയിൽ ശക്തിയുണ്ടെന്ന 2ാമത്തെ നിയമവും, ആത്മവിശ്വാസം കൈവിടരുത്, കാരണം അതാണ് നിന്റെ യഥാർത്ഥ ആസ്തി എന്ന 3ാമത്തെ നിയമവുമാണ്. ജീവിതത്തിൽ ഈ 3 നിയമങ്ങൾ പ്രാവർത്തികമാക്കുന്നവനാണ് വിജയി. ചാണക്യൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതം എവിടെയായാലും ഇപ്പോൾ ആരംഭിക്കാം. ഓരോ ദിവസവും ചെറിയൊരു അവസരം തിരിച്ചറിയുക, കുറച്ചു കാര്യങ്ങൾ മിണ്ടാതെ സൂക്ഷിക്കുക, സ്വയം വിശ്വസിക്കുക. ഇതെല്ലാം ചേർന്നാൽ നിങ്ങളുടെ ഭാവി മാറും. മറ്റുള്ളവർ നിങ്ങളെ എന്ത് വിളിക്കുന്നു എന്നതല്ല പ്രധാനമാക്കേണ്ടത്, നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനമായത്. ജീവിതം എപ്പോഴും ബുദ്ധിയുള്ളവരെയും ധൈര്യമുള്ളവരെയും പരീക്ഷിക്കും. പക്ഷെ അവസരം തിരിച്ചറിയുന്നവരും മിണ്ടാതെ പ്രവർത്തിക്കുന്നവരും സ്വയം വിശ്വസിക്കുന്നവരും അവരാണ് ലോകം മാറ്റുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ തന്നെ നമുക്ക് മാറ്റത്തിനായി ശ്രമിക്കാം. നിങ്ങളുടെ ഉള്ളിലെ വിളക്ക് തെളിയിക്കുക. നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ഉത്തരവാദിത്തം നിങ്ങളുടേതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.